64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജേതാക്കൾ 1023 പോയിന്റുകൾ നേടിയാണ് കണ്ണൂർ ഒന്നാമതെത്തിയത് എന്നുള്ള വിവരങ്ങൾ വരികയാണ്. കലാകിരീടം ഇത്തവണ കണ്ണൂരിന് തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. ആദ്യ ദിവസം മുതൽ ഇങ്ങോട്ട് ആധിപത്യം ഓരോ ദിവസവും ഉയർത്തി വന്ന കണ്ണൂരിന് തന്നെ കലാകിരീടം ഉണ്ട് എന്നുള്ള ആ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. തൃശ്ശൂരിൽ നിന്ന് സ്വർണ്ണക്കപ്പ് കണ്ണൂരിന് തന്നെ. കണ്ണൂരിന്റെ മക്കളിതാ. തൃശ്ശൂർ ഒരു സാഹിത്യ നഗരമാണ്. അതെ, എന്നാൽ കണ്ണൂര് കലകളുടെ ഇട്ടില്ലമാണ്, തെയ്യങ്ങളുടെ ഒരു നാടാണ് കണ്ണൂർ. ആ ഒരു ഇതും കൂടി നമുക്കുണ്ട്. ആടി നേടി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് തൃശ്ശൂരിലെ കലോത്സവത്തെ കുറിച്ചാണ്. എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ രീതിയിൽ നല്ല ആതിഥ്യ മര്യാദ. അത് മാത്രമല്ല അനുഭവപ്പെട്ടത് ഇവിടെ വന്ന് ഇറങ്ങിയ മുതൽ ഇവിടുത്തെ ഓട്ടോക്കാര്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓട്ടോക്കാര് വളരെ തുച്ഛമായ പൈസ, വളരെ തുച്ഛമായ നല്ല പെരുമാറ്റം, എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചത്. അവരെടുത്ത് പറയണം. കുട്ടികൾ അങ്ങനെ കലാകിരീടം കണ്ണൂരിന് ഉറപ്പിച്ചിരിക്കുന്നു. തൃശ്ശൂരിനായിരുന്നു കഴിഞ്ഞ വട്ടം. ഇപ്പോൾ തൃശ്ശൂരിൽ നടന്ന കലാമാമാങ്കത്തിൽ കണ്ണൂർ തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ലെവിൻ, അങ്ങനെ തൃശ്ശൂരിൽ വന്ന തൃശ്ശൂരിന് കിട്ടിയിരുന്ന ആ കലാകിരീടം ചൂടി കണ്ണൂർ അങ്ങനെ പോവുകയാണല്ലേ? സംഗീത, തൃശ്ശൂർ ആതിഥേയരായ തൃശ്ശൂരിനെ 5 പോയിന്റ് വ്യത്യാസത്തിൽ മറികടന്നുകൊണ്ടാണ് കണ്ണൂർ ഇപ്പോൾ കലോത്സവത്തിൽ വിജയികളായിരിക്കുന്നത്. മത്സരത്തിന്റെ ആദ്യ ദിവസം മുതൽ തുടർച്ചയായി മുന്നേറ്റം നടത്തുകയും ഒരിക്കൽ പോലും ആ ലീഡ് വിട്ടുകൊടുക്കാൻ നേരിയ അവസരങ്ങളിലല്ലാതെ തയ്യാറാകാതിരിക്കുകയും ചെയ്ത കണ്ണൂരാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. 117 പവന്റെ സ്വർണ്ണക്കപ്പ് വീണ്ടും കണ്ണൂരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വടക്കൻ മലബാറിന്റെ പോരാളികളായിട്ടുള്ള കലാപ്രതിഭകൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. 1028 പോയിന്റാണ് കണ്ണൂർ സ്വന്തമാക്കിയത്. ഏറ്റവും ഒടുവിൽ ചിത്രരചന മത്സരത്തിൽ വിജയികളായതോടുകൂടി സാദിക PM എന്ന 8ാം ക്ലാസ്സുകാരി വിദ്യാർത്ഥി സെന്റ് മേരീസ് ഹൈസ്കൂൾ ഓഫ് പയ്യന്നൂരിലെ വിദ്യാർത്ഥിയായ സാദിക PM പെൻസിൽ രചനയിൽ വിജയിച്ചതോടുകൂടിയാണ്, A ഗ്രേഡ് നേടിയതോടുകൂടിയാണ് 5 പോയിന്റിന്റെ ലീഡുമായി തൃശ്ശൂരിനെ കണ്ണൂർ മറികടക്കുന്നത്. ചിത്രരചന വാട്ടർ കളർ മത്സരത്തിലും 5 പോയിന്റ് നേടി ഒരിക്കൽ കൂടി ആധിപത്യം മുൻപേ തന്നെ ഉറപ്പിച്ചിരുന്ന അവർ അവസാന മത്സരത്തിന്റെ ഫലം അറിയുമ്പോഴാണ് എത്രമാത്രം വ്യത്യാസത്തിലാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന വിധത്തിൽ 5 പോയിന്റിന്റെ വലിയ ലീഡ്, കലാ മത്സരങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വലിയ ലീഡ് തന്നെയാണ് 5 പോയിന്റ് എന്നുള്ളത്. ആ പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ ഇത്തരത്തിൽ വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ മത്സരത്തിന്റെ തുടക്കം മുതൽ പല ഘട്ടങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. പലപ്പോഴും ഇത് മാറി മറിയുന്ന റിസൾട്ട് കൂടി കാണാൻ കഴിയുന്നു. കഴിഞ്ഞ തവണ ഇതിനു മുൻപ് കണ്ണൂർ ഏറ്റവും അവസാനം കണ്ണൂർ കലോത്സവത്തിൽ ജേതാക്കളായത് 2024 25-ൽ കണ്ണൂരിനെയും കോഴിക്കോടിനെയൊക്കെ മറികടന്നുകൊണ്ട് തൃശ്ശൂർ ജേതാക്കളായി. ആതിഥേയരായ തൃശ്ശൂർ അന്ന് 1008 പോയിന്റുമായിട്ടാണ് കലോത്സവത്തിൽ 1ാം സ്ഥാനത്തെത്തിയത്. ഇന്ന് ആ മധുര പ്രതികാരം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ നമുക്കതിനെ കാണാം. ആതിഥേയരായ തൃശ്ശൂരിനെ അവരുടെ മടയിലെത്തി തോൽപ്പിച്ച് കണ്ണൂർ കലോത്സവത്തിൽ ജേതാക്കളായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുൻപ് 4 തവണയാണ് കണ്ണൂർ ജേതാക്കളായിരുന്നത്. 1997-ലും 98-ലും 2000-ലും 2024-ലുമായിരുന്നു കണ്ണൂർ ജേതാക്കളായിരുന്നതെങ്കിൽ ഇത്തവണ വീണ്ടും അവർ ജേതാക്കളായി. 5ാം വിജയം സ്വർണ്ണ കപ്പ് നേടിയെടുത്തിരിക്കുന്നു കണ്ണൂരിൻ്റെ ചുണക്കുട്ടികൾ എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ പോയിന്റ് നിലയിൽ വലിയ വ്യത്യാസങ്ങൾ, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഈ 1ാം ദിവസം മുതൽ കാണാൻ കഴിഞ്ഞത്. തൃശ്ശൂരിൽ ഇപ്പോൾ 1023 പോയിന്റാണ് തൃശ്ശൂർ രണ്ടാമതുള്ള തൃശ്ശൂരിന്. മറ്റ് ജില്ലകളുടെ പോയിന്റ് കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. എല്ലാവരും
കണ്ണൂരിനെ കപ്പടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്ര ഒരു ആത്മവിശ്വാസം? തുടക്കം മുതൽ അത്രയും നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് വന്നത്. എല്ലാവരും അവിടെ സന്തോഷം പങ്കിടുകയാണ്. അശ്വതി ഉണ്ട് അവരുടെ കൂടെ. അശ്വതി, ആ സന്തോഷം നമുക്ക് വേണ്ടി കൂടെ പങ്കിടുമല്ലോ അവരല്ലേ? ചോദിക്കൂ. അതെ, കുട്ടികൾ വലിയ ആവേശത്തിലാണ്. സംഗീത, എന്ത് തോന്നുന്നു? നല്ല സന്തോഷം. എന്തൊരു ആവേശം ഇല്ലാത്ത ആവേശം. എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷൻ? അതായത് വളരെ തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു മത്സരമായിരുന്നു. നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ടഫായിരുന്നു. പക്ഷെ നമ്മളിങ്ങ് തൂക്കി. ഇനി കണ്ണൂർക്ക് കപ്പ്. ഇവിടെ എല്ലാവരും ആവേശത്തിലാണ്. സാറുമാരും കുട്ടികളും എല്ലാം നിറഞ്ഞ ആവേശത്തോടെയാണ്. കാരണം കൃത്യമായ ആധിപത്യം പുലർത്തിയാണ് കണ്ണൂർ ഇതുവരെ. ഇന്നത്തെ ഒരു ദിവസം പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ കൃത്യമായ ഒരു ആധിപത്യം പുലർത്തിയിരുന്നു. അപ്പൊ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് ഇടുന്നത്. സാറുമാരും കുട്ടികളും എല്ലാം വലിയ ആഘോഷത്തിലാണ്. ഇനി മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് കപ്പങ്ങ് വാങ്ങുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ഉള്ളൂ.